എന്തിനാ സാർ നിങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ പാരക്കണത്? പ്രിൻസിപ്പൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്താണോ അത് ചെയ്തോളൂ. ഞങ്ങളുടെ ഭാഗത്ത് ഒരു നടപടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എക്സാം എഴുതാൻ പ്ലസ് ടു വിദ്യാർത്ഥികളെ ഇറക്കി വിടാൻ ഉണ്ടായത്. ഇതിനെതിരെ ശക്തമായ പ്രതികാരം എക്സാം. സത്യം പറഞ്ഞാൽ ടീച്ചർമാർക്കും സാർമാർക്കും എന്താണ് വേണ്ടി? ഓണായിട്ട് മുണ്ടെടുക്കാൻ പറ്റില്ല, വടംവലി പാടില്ല, ഓണപ്പരിപാടി തന്നെ ചില സ്കൂളിലൊന്നും പറ്റുന്നില്ല. എൻ്റെ സ്കൂളിലൊന്നും ഓണപ്പരിപാടി തന്നെയല്ല. അപ്പം നമുക്ക് 2-3 റീൽസ് കൊണ്ടുവെക്കാം. ഓണപ്പരിപാടി ഇല്ല അറിയാണ്ട് കുട്ടികൾ വിഷമിക്കണ കുറച്ച് ഇതുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് റീൽ ഒന്ന് കണ്ടോക്കെ ഗൈസ്. വിദ്യാർത്ഥികളെ, ഞങ്ങൾ ഇവിടെ ഓണപരിപാടിക്ക് മീറ്റിംഗിന് വിളിച്ചു കൂട്ടിയപ്പോൾ എല്ലാവരും ഒന്നിച്ച് തീരുമാനമെടുക്കാൻ അവിടെ വന്നപ്പോൾ എല്ലാ ടീച്ചേഴ്സും കൂടി എടുത്ത തീരുമാനം വിദ്യാർത്ഥികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഉണ്ടായത്. ഇതിനെതിരെ ഞങ്ങൾ എല്ലാവരും കൂടി പ്രിൻസിപ്പലിന്റെ റൂമിലോട്ട് പോയപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു വിദ്യാർത്ഥിയെ ശീപിച്ച് പുറത്താക്കി വിട്ടതിനെതിരെ ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നിവേദനം കൊടുത്തതിനെതിരെ ഇന്ന് നിവേദനം കൊടുത്തപ്പോൾ പ്രിൻസിപ്പൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്താണോ അത് ചെയ്തോളൂ. ഞങ്ങളുടെ ഭാഗത്ത് ഒരു നടപടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എക്സാം എഴുതാൻ പ്ലസ് ടു വിദ്യാർത്ഥികളെ ഇറക്കി വിടാൻ ഉണ്ടായത്. ഇതിനെതിരെ ശക്തമായ പ്രതികാരം എക്സാം എഴുതില്ല. എന്തിനാ സാർ നിങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ പാരക്കണത്? ഈ റീൽസിൽ പറയാനുള്ളത് ഓണപ്പരിപാടി സത്യം പറഞ്ഞാൽ ഇല്ലെങ്കിൽ സമരം ചെയ്യണം, പക്ഷെ എക്സാം ഒഴിവാക്കിയിട്ടല്ലേ ചെയ്യേണ്ടത്. കാരണം എക്സാം പറഞ്ഞാൽ എനിക്ക് ഓണപ്പരിപാടി പറഞ്ഞാൽ ഇതൊരു മെമ്മറി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എക്സാം അതെന്ത് ചെയ്യും, നിങ്ങളെ ഭാവിക്ക് അതാണ് ഉപകാരപ്പെടുക. അപ്പോൾ എക്സാം ഒന്ന് ഒഴിവാക്കിയാണ് അങ്ങനെ സമരം ചെയ്യാറുതല്ലാതെ ജസ്റ്റ് വേറെ നിങ്ങൾക്ക് സമരം ചെയ്യേണ്ടതൊക്കെ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. കാരണം നിങ്ങളുടെ എക്സാം മാത്രമല്ലല്ലോ പോണത്, വേറെ കുട്ടികളുടെ എക്സാം പോണില്ലേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നിലവിൽ കണ്ണാടി സ്കൂളിനകത്ത് ബാക്കി എല്ലാ സ്കൂളിലും ഓണപരിപാടി കൊട്ടുകൊടുപ്പടെ അനുവദിച്ചു കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ആ ഓണപരിപാടിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി മാനേജ്മെന്റ് വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചുകൊണ്ട് പുറത്തിറക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഒരിക്കൽ കൂടി ആ സാഹചര്യം ഉണ്ടാകും ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയും തയ്യാറല്ല. ഇവിടെ 21-ാം തീയതി തീരുമാനിച്ച പോലെ അല്ലെങ്കിൽ 22-ാം തീയതി ഇവിടെ പരിപാടി നടക്കണമല്ലാണ്ട് ഇവിടുന്ന് ഒരു വിദ്യാർത്ഥികളും തിങ്കളാഴ്ച മുതൽ അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പുറകോട്ട് പോകാൻ ഒരു വിദ്യാർത്ഥികളും തയ്യാറല്ല. അത് പ്രമാണിച്ചുള്ള ഞങ്ങളുടെ പ്രതിഷേധമാണ് ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നത്. നിലവിൽ കണ്ണാടി സ്കൂൾ ഒരു കാര്യം ഇപ്പം മനസ്സിലായി. എന്നാൽ ഇനി വലിയൊരു സമരം ഉണ്ടാകാൻ പോവുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഓണം എക്സാം ഇപ്പോൾ എന്തെങ്കിലും പ്രൊട്ടസ്റ്റൊക്കെ ഉണ്ടായ ഭാഗമായിട്ട് പല കുട്ടികൾക്കും ഒരു ധൈര്യം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി സമരങ്ങൾ ഉണ്ടാവും. കാരണം ഞങ്ങളും സമരം ചെയ്യണമെന്ന് വിചാരിക്കേണ്ടത്. കാരണം നമ്മളെ സ്കൂളിൽ 10-20 കൊല്ലമായിട്ട് ഓണപരിപാടി ഇല്ല. ഞങ്ങൾ വിലാസിലാസ സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് 2 പിള്ളേരാണ്. ഞങ്ങൾക്ക് ഓണപരിപാടി സാങ്ഷൻ ആക്കിയാണ്. ഞങ്ങൾ അതുവരെ തമ്പോലം മറ്റേ ഡ്രസ് കോഡ് അത് ഇതെല്ലാം ബുക്ക് ചെയ്തു. അല്ല ഇപ്പൊ അവരൊന്നും പറയുന്നത് ഇതൊന്നും പറ്റത്തില്ല, ഡ്രസ് കോഡിന് ഉടുപ്പ് മാത്രം, മുണ്ട് പറ്റത്തില്ല, തമ്പോലം പറ്റത്തില്ല, അത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല. ഓണപരിപാടിക്ക് ആരാ മുണ്ടെടുക്കാത്ത? അതേണക്ക് തന്നെ ഈ ഇതൊന്നും പറ്റാതെ പിന്നെ എന്തിനാ അവർ ഓണപരിപാടി നടത്തുന്ന കാര്യം? പറ്റിയൊക്കെ അവർക്ക് അടച്ചിട്ട് പോകണം. എന്തായാലും ഞങ്ങൾ ഇതെല്ലാം ബുക്ക് ചെയ്ത് ഞങ്ങൾ ഓണപരിപാടിയായിട്ട് വടംവലി പോലും ഇല്ല. പിന്നെന്തിനാ ഞങ്ങള് പ്ലസ് ടു കഴിഞ്ഞ് ഞങ്ങൾ പ്ലസ് 2 കയറി ഇതുവരെ പ്രശ്നം ഉണ്ടാക്കി. പ്ലസ് 2 അടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പരിപാടി കുളമാക്കി. അവന്മാരെ പരിപാടി കുളമാക്കിയ ന്യായമുണ്ട്. ഞങ്ങളെന്തോ ചെയ്തിട്ടാ ഇതെല്ലാം ഞങ്ങളെ ലാസ്റ്റ് പരിപാടി ഇതുപോലും നല്ലോണം നടത്തിയില്ലെങ്കിൽ പിന്നെ ഇവര് സ്കൂൾ നടത്തേണ്ട കാര്യമൊന്നും എല്ലാം അടച്ചിട്ട്. എന്തിനാ സാർ നിങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ പാരക്കണത്? കുട്ടികൾ ഓണാഘോഷം നടത്തുന്നതിനും അതുപോലെ മുണ്ടിട്ട് എടുക്കുന്നതിന് എന്താ? മുണ്ടില്ലാതെ എന്ത് ഓണം, വടംവലി ഇല്ലാതെ എന്ത് ഓണം? വേറെ സദ്യ മാത്രമല്ല, എൻജോയ്മെന്റ് വിത്ത് സദ്യ, അതൊക്കെയാണ് ഓണം. ഓണം ആഘോഷിക്കേണ്ട ഒരു സാധനമല്ലേ? അത് വന്നാണ്ട് വെറുതെ കുട്ടികളോട് പ്രശ്നം ഉണ്ടാക്കി എന്താ സാറേ? ഈ വീട് ഇത്രയൊക്കെ ഉള്ളൂ.